നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി പ്രവാസികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വളരെ സഹായകരമായ ഒരു തീരുമാനമാണ്. സൗദിയിൽ പ്രവാസികളുടെ ഇഖാമയും ഡ്രൈവിംഗ് ലൈസൻസും ഡിജിറ്റൽ രൂപത്തിൽ സ്വീകരിക്കപ്പെടും എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അഥവാ ഡ്രൈവിംഗ് ലൈസൻസ്, ഇഖാമയും ഇവ കൈവശമില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ രൂപത്തിൽ ഉണ്ടായാൽ മതിയാകുമെന്നതും ആശ്വാസകരമാണ്. ആഭ്യന്തര സഹമന്ത്രിയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിലെ ഇഖാമ പ്ലാസ്റ്റിക് രൂപത്തിലുള്ള കാർഡാണ്. പ്രവാസികൾ താമസ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പേഴ്സുകളിലും മറ്റും ഇഖാമ സൂക്ഷിക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ആവശ്യപ്പെടുമ്പോൾ കാണിച്ചു കൊടുക്കുകയും പതിവാണ്. ഇഖാമ പ്രദർശിപ്പിക്കാത്ത വിദേശികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും തീരുമാനമുണ്ട്. എന്നാൽ പ്ലാസ്റ്റിക് രൂപത്തിലുള്ള ഇഖാമ ഡിജിറ്റൽ രൂപത്തിലാക്കി പ്രദർശിപ്പിച്ചാൽ മതിയെന്ന് സൗദി ആഭ്യന്തര സഹമന്ത്രി ബന്ദർ അൽ ഷാരി പറഞ്ഞു. പരിശോധന സമയത്ത് പോലീസുകാരുടെ മൊബൈൽ ഫോണിലെ മൈദാൻ ആപ്പ് വഴി ഡിജിറ്റൽ ഇഖാമ അവർക്ക് പരിശോധിക്കാനാകും എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഫോണുകളിൽ ഇന്റർനെറ്റ് ഇല്ലെങ്കിലും ഡിജിറ്റൽ ഇഖാമ ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുക്കാനാകും. അതേസമയം സൗദിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 104 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. 9 മരണവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ 146 പേർ കോവിഡ് മുക്തരായതോടെ മൊത്തം രോഗമുക്തി നേടിയവരുടെ എണ്ണം 3,54,775 ആയി. സൗദിയിൽ ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,63,253 രോഗം ബാധിച്ച് ആകെ മരിച്ചവർ 6,265 ആണ്. നിലവിൽ രാജ്യത്ത് ചികിത്സയിലുള്ളത് 2,239 പേരാണ്. ഇതിൽ 364 പേര് ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. റിയാദിൽ 47, മക്കയിൽ 24, കിഴക്കൻ പ്രവിശ്യ 13, മദീന, വടക്കൻ അതിർത്തി എന്നിവിടങ്ങളിൽ 4 വീതവും, അസീർ 3, നജ്റാൻ, തബൂക്ക് എന്നിവിടങ്ങളിൽ 2 വീതവും, അൽബാഹ, ഹായിൽ, അൽഗസീം എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതവുമാണ് ഇന്ന് സൗദിയിൽ വിവിധ പ്രവിശ്യകളിൽ കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.